സംസ്ഥാന സർക്കാരും വൈദ്യുതി ബോർഡും വിചാരിച്ചാലും നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാവില്ല. ഇപ്പോൾ പുറമേ നിന്ന് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി എത്തിക്കാനുള്ള ശേഷി കേരളത്തിലെ സബ്സ്റ്റേഷൻ ട്രാൻസ്ഫോമറുകൾക്കില്ല. ഇതാണ് കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നം. അല്ലാതെ ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്തതല്ല. ഈ വേനൽക്കാലത്ത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന രാത്രികാല വൈദ്യുതിയുടെ ആവശ്യം അഥവാ പീക്ക് ഡിമാൻഡ് 6195 മെഗാവാട്ടാണ്. പ്രതിദിന വൈദ്യുതി ഉപഭോഗം 11.8 കോടി യൂണിറ്റിലും എത്തി. ഇത്രയും ഉയർന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റാനുള്ള ശേഷി പ്രധാന സബ്സ്റ്റേഷനുകളിലെ ട്രാൻസ്ഫോമറുകൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്രവിഹിതമായി ലഭിക്കുന്ന വൈദ്യുതി 1600 മെഗാവാട്ടാണ്. പ്രതിദിനം 4.8 കോടി യൂണിറ്റ് ലഭിക്കും. സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളിലൂടെ 1766 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രതിദിനം ലഭിക്കുക 2.3 കോടി യൂണിറ്റ്. ദീർഘ ഹ്രസ്വകാല കരാറുകളിലൂടെയും പവർ എക്സ്ചേഞ്ചുകളിലൂടെയും പുറമേ നിന്ന് വാങ്ങുന്നത് 2800 മെഗാവാട്ട്. ദിവസേന 6 കോടി യൂണിറ്റ്. ഇതിൽ ജലവൈദ്യുതി ഒഴികെ ബാക്കിയെല്ലാം പുറമേ നിന്ന് കൊണ്ടുവരണം. അന്തർ സംസ്ഥാന ലൈനുകൾ വഴിയാണ് വൈദ്യുതി കൊണ്ടുവരുന്നത്. കേരളത്തിലേക്ക് 4400 മെഗാവാട്ടാണ് പരമാവധി കൊണ്ടുവരാൻ കഴിയുക. അത്രയും നിലവിൽ കൊണ്ടുവരുന്നുണ്ട്. 400 kV സബ്സ്റ്റേഷനുകളിലും ഹൈ വോൾട്ടേജ് ഡയറക്ടർ കറന്റ് സബ്സ്റ്റേഷനുകളിലുമുള്ള ട്രാൻസ്ഫോമറുകൾ വഴിയാണ് ഈ വൈദ്യുതി കേരള ഗ്രിഡിലേക്ക് നൽകുന്നത്. ഈ ട്രാൻസ്ഫോമറുകളുടെ ശേഷി കൂട്ടാതെ ഇപ്പോൾ കൊണ്ടുവരുന്നതിൽ കൂടുതൽ വൈദ്യുതി കൊണ്ടുവരാനാകില്ല. ഇനി പുറമേ നിന്ന് വൈദ്യുതി കൊണ്ടുവരണമെങ്കിൽ കേന്ദ്രവിഹിതം സറണ്ടർ ചെയ്യുകയേ നിവർത്തിയുള്ളൂ. മണ്ണുത്തിയിലുള്ള HVDC സബ്സ്റ്റേഷനിലേക്ക് പുകലൂരിൽ നിന്ന് വരുന്ന ലൈൻ വഴി 2000 മെഗാവാട്ട് വൈദ്യുതി കൊണ്ടുവരാൻ കഴിയുമെങ്കിലും മണ്ണുത്തിയിലുള്ള സബ്സ്റ്റേഷനിൽ 500 മെഗാവാട്ട് ആംപിയറിന്റെ 2 ട്രാൻസ്ഫോമറുകൾ മാത്രമാണുള്ളത്. നാഷണൽ ഗ്രിഡിലെ നിബന്ധന പ്രകാരം ഈ 2 എണ്ണത്തിൽ ഒരു ട്രാൻസ്ഫോമറിന്റെ ലോഡ് മാത്രമേ കേരളത്തിൽ നിന്ന് അനുവദിക്കൂ. ഒരു ലൈനിന് എന്തെങ്കിലും സംഭവിച്ചാൽ സംസ്ഥാനങ്ങൾ മുഴുവൻ ഇരുട്ടിലാകാതിരിക്കാൻ അടുത്ത ലൈൻ ഉപയോഗപ്പെടുത്താനാണിത്. അതായത് കേരളത്തിന് 500 മെഗാവാട്ട് മാത്രമേ ലഭിക്കൂ എന്ന് സാരം. ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്ന് തുടങ്ങുന്ന ഈ ലൈനിന്റെ ആകെശേഷി 6000 മെഗാവാട്ടാണ്. പല സംസ്ഥാനങ്ങളിലൂടെ കടന്നുവരുന്ന ഈ ലൈനിൽ നിന്ന് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് 2000 മെഗാവാട്ടാണ്. മണ്ണുത്തി സ്റ്റേഷനിൽ പവർ ഗ്രിഡാണ് ട്രാൻസ്ഫോർമേഷൻ സ്ഥാപിക്കേണ്ടതെങ്കിലും അതിന്റെ ചെലവ് വഹിക്കേണ്ടത് കേരളമാണ്. 2027 മാത്രമേ ഇവിടെ പുതിയ 500 MVA ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ പവർ ഗ്രിഡിന് പദ്ധതിയുള്ളൂ. അതുവരെ പുറമേ നിന്ന് കേരളത്തിന് അധിക വൈദ്യുതി കൊണ്ടുവരാൻ സാധിക്കില്ല. 6000 മെഗാവാട്ടിൽ കൂടുതൽ ലോഡ് കൊണ്ടുവരുമ്പോൾ നിയന്ത്രണം വേണ്ടിവരുന്നത് ഇതുകൊണ്ടാണ്. മണ്ണുത്തിയിൽ നേരത്തെ തന്നെ പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാനുള്ള നടപടി പവർ ഗ്രിഡുമായി ചേർന്ന് വൈദ്യുതി ബോർഡ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു.